ചെമ്പനീർ പൂവിൻ്റെ വരും എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചടങ്ങിൽ വെച്ച് രേവതിയെ മധുസൂദനൻ കള്ളിയാക്കുവാണല്ലോ. വർഷയുടെ മാല അടിച്ചു മാറ്റാൻ വന്ന കള്ളി എന്ന രേവതിയെ വിളിച്ച് വിളിച്ച് സച്ചി ഇറിറ്റേറ്റ് ചെയ്ത് സച്ചി മാക്സിമം ക്ഷമിക്കും. ലാസ്റ്റ് മധുസൂദനനിട്ട് 2-3 ഇടിയൊക്കെ കൊടുക്കും. ഇത് കണ്ടിട്ടാണ് നമ്മുടെ വർഷ വരുന്നത്. പിന്നെ അവിടെ പറയേണ്ട മുട്ടം വഴക്കാണ്. അങ്ങനെ ശ്രീകാന്തും വർഷയും നമ്മുടെ മധുസൂദനൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുവാണ്. ബാക്കി എല്ലാവരും കൂടി ചന്ദ്രയുടെ വീട്ടിലും പോകുവാണ്. സച്ചിയും രേവതിയും കൂടെ വേറെ കാറിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എത്തുന്നത് ഈ ചന്ദ്രയും രവീന്ദ്രനൊക്കെയാണ് വീട്ടിലോട്ട്. വീട്ടിലെത്തുന്നതും ചന്ദ്ര രവീന്ദ്രനെ ചീത്ത പറയാൻ തുടങ്ങി. സമാധാനമായല്ലോ നിങ്ങൾക്ക്? നിങ്ങളോട് ഞാൻ മര്യാദക്ക് പറഞ്ഞല്ലേ ആ സംസ്കാരം ഇല്ലാത്ത മാനേഴ്സ് ഇല്ലാത്തവനെയൊന്നും ചടങ്ങിന് കൊണ്ടുപോകണ്ടെന്ന്. അപ്പോൾ എല്ലാവരും കൂടി എന്നെ ചീത്ത പറഞ്ഞു. ഇപ്പോൾ എന്തായി? ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പിലൊക്കെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റുമോ? നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഞങ്ങളെ നാണം കെടുത്തി. എനിക്ക് വയ്യ. വർഷയുടെ വീട്ടുകാരുടെ മുമ്പിൽ ഞാനിനി എങ്ങനെ നോക്കും? എന്തു വലിയ മനുഷ്യരാ അവർ. അവരുടെ മോളുടെ ചടങ്ങിൻ്റെ കൂട്ടത്തിൽ ശ്രുതിയുടെ ചടങ്ങ് നടത്താതെ സമ്മതിച്ച വലിയ മനുഷ്യരാ. അവരെയാണ് നിങ്ങളുടെ മോൻ പോയി ഇടിച്ചിരിക്കുന്നത്. എനിക്ക് ഓർത്തിട്ട് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര ഒച്ച വെക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രയോട്, എടീ അവർ നമ്മുടെ രേവതിയെ മോശക്കാരിയാക്കിയത് കൊണ്ടല്ലേ സച്ചി പ്രതികരിച്ചത്. മോശക്കാരിയാക്കി എന്ന് പറഞ്ഞിട്ട് അവനെ ശ്രമിച്ചൂടെ? ഇതാണ് അവൻ്റെ പ്രശ്നം. ഒന്നും കേട്ട് നിൽക്കില്ല, അപ്പം തന്നെ എടുത്ത് പ്രതികരിക്കും. ഇവനൊക്കെ എങ്ങനെ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചാവോ? ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇവൻ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതെന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുവാണ്. രവീന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് സങ്കടം വരുന്നുണ്ട് കേട്ടോ സച്ചിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ. കാരണം സച്ചിയോട് രവീന്ദ്രൻ്റെ പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണല്ലോ. സച്ചിയും രേവതിയും ഒക്കെ ഇത് കേട്ടിട്ട് വരുവാണ്. സച്ചിയും രേവതിയും വീട്ടിൽ കയറ്റാതെ ചന്ദ്ര ചീത്തയും പറയുന്നുണ്ട്. നിങ്ങളിനി മേലാൽ ഈ വീട്ടിൽ കയറിപ്പോകരുത്, ഇറങ്ങിപ്പൊക്കോ. ഞാനുള്ള വീട്ടിൽ നിങ്ങൾ ഇവിടെ നിൽക്കരുത്. എൻ്റെ മോനില്ലാത്ത വീട്ടിൽ നിങ്ങൾ അങ്ങനെ ഇപ്പോൾ സുഖമായിട്ട് കഴിയണ്ട. ഇവക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി ഇവളെല്ലാവരെയും പുറത്താക്കുന്നത്. ഇവരുള്ള വീട്ടിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, എല്ലാവരും തല്ലിപ്പിരിയും. നിങ്ങൾ മേലാ ഇവിടെ നിന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവരെ ചീത്ത പറയുവാണ്, സച്ചിയും രേവതിയും ഒക്കെ. അപ്പോൾ രേവതി തിരിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ എത്ര ഒച്ചെടുക്കുന്നത്? ഇപ്പം എന്താ ഉണ്ടായെന്ന് പറയുമ്പോൾ ചന്ദ്ര പിന്നെയും ചീത്ത പറയുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേടി നീ. നിന്റെ അഭിനയമൊക്കെ അങ്ങ് നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് വെച്ചാൽ മതി. നിന്റെ തനി സ്വഭാവം എനിക്കറിയാം. നീ എല്ലാവരെ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്നവളാ. അപ്പോൾ രവീന്ദ്രൻ പറയും, ചന്ദ്ര നീ എന്തൊക്കെയാ ദേഷ്യം വന്നിട്ട് വിളിച്ചു പറയുന്നത്? അവർ നമ്മുടെ രേവതിയെ കള്ളിയാക്കിയില്ലേ? രേവതി കള്ളിയാണോ? നീ പറന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആർക്കറിയാം ഇവള് കള്ളിയാണോ അല്ലേന്ന്. ഇനി ഇവള് ചിലപ്പോൾ ശരിക്കും കട്ടട്ട് ഉണ്ടാവും. അതല്ലേ വീട്ടുകാരുടെ സ്വഭാവം, ആർക്കറിയാം. വിശ്വസിക്കാൻ കൊള്ളില്ല ഇവളേന്നും. ഇവളുടെ അനിയൻ കള്ളനല്ലേ, അപ്പം പിന്നെ ആ കള്ളത്തിന് ഇവക്കും കുറച്ച് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അവൾ കട്ടിട്ടുണ്ടാവും. അതായിരിക്കുള്ളൂ ആ മധുസൂദനൻ കണ്ടതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രന് ദേഷ്യം വരുവേ. രവീന്ദ്രൻ ഓടിപ്പോയി ചന്ദ്ര അടിക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് പറയും, ചന്ദ്രേ ദേ നിന്റെ വായടച്ച് നീ മര്യാദക്കിരുന്നു. മര്യാദക്ക് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നവളാ രേവതി. അവളെ പറ്റി ഒരു മോശം വാക്കിനി നിന്റെ വായിന്ന് വന്നാൽ അവളുടെ സ്വർണ്ണമൊക്കെ നിന്റെ മുമ്പിൽ ഊരി വെച്ചില്ലേടി. അവൾക്ക് സ്വർണത്തിനോടൊക്കെ ആർത്തി ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ചെയ്യും? അവൾക്ക് ഒരാളുടെയും ഒരു പൈസ പോലും അവൾ ആവശ്യമില്ല. അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മാത്രമേ അവൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് രേവതിയെ നീ ഇനി ഒരു പ്രാവശ്യം കൂടി കള്ളി എന്ന് വിളിച്ചാൽ നിന്റെ നാക്ക് ഞാൻ വായിൽ നിന്നും പറിച്ചെടുക്കും എന്ന് പറയുവാണ് രവീന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷെ എന്നാലും ചന്ദ്രയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ്. നിങ്ങളിനി മേലെ ഈ വീട്ടിൽ താമസിച്ചു പോകരുത്, ഇറങ്ങിപ്പോക്കോ എന്ന് സച്ചിയുടെയും രേവതിയുടെയും പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ എന്തിനു ഇറങ്ങിപ്പോകണം? എൻ്റെ ഭാര്യയെ മോശമായിട്ട് സംസാരിച്ചവരാ അയാൾ എൻ്റെ ഭാര്യയെ പറ്റി ആര് മോശമായിട്ട് സംസാരിച്ചാലും അവരെയൊക്കെ ഞാൻ തല്ലും. അതിപ്പോൾ ആരായാലും ശരിയെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. ഇപ്പം നിൻ്റെ ഭാര്യ അയാളെ കള്ളിന്ന് തെറ്റിദ്ധരിച്ച് വിളിച്ചും തന്നെ ഇരിക്കട്ടെ, അതിനിപ്പോൾ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോയെന്ന് സച്ചിയോട് ചന്ദ്ര ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആഹാ അത് 45 ലക്ഷം കട്ടുകൊണ്ട് പോയവനും ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയവളോ ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ ഭാര്യയെ കള്ളിന്ന് വിളിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അത് കേട്ടിരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ രേവതിയെ പറ്റി ആരും ഇങ്ങനെ മോശം സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്നാലും പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കണ്ടേടാ. എന്ത് വലിയ മനുഷ്യനായാൾ. അപ്പോൾ സച്ചി പറയും, പ്രായത്തിന് ചെറിയവരുടെ കയ്യിൽ നിന്ന് അടിമേടിക്കാൻ വേണ്ടി അയാൾക്ക് നാണമൊന്നുമില്ലല്ലോ. അയാൾ എന്ത് വലിയ മനുഷ്യനാണെന്ന്. എൻ്റെ അച്ഛനെ പോലെ മറ്റുള്ളവർക്ക് വില കൊടുക്കുന്നവനും മനസ്സിൽ സ്നേഹമുള്ളവരും ആ വലിയ ആൾ. അല്ലാണ്ട് കുറേ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അയാൾ ആർത്തിപ്പണ്ടാരോ. ആ പൈസക്കാണ് അയാൾക്ക് കൂടുതൽ ആർത്തിയുള്ളത്. അയാൾ വലിയ മനുഷ്യനൊന്നും അല്ല എന്ന് സച്ചി പറയുവാണ്.
അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പൈസ ഉള്ളവരെയൊന്നും കണ്ടൂടാ, അവൾ പട്ടിണി എന്താണ് പാവപ്പെട്ട വീട്ടിൽ നിന്നും വന്നവളല്ലേ, അവർക്ക് പൈസക്കൊന്നും വകയില്ലല്ലോ, അതുകൊണ്ട് വർഷയുടെ അടുത്ത് അവൾക്ക് നല്ല അസൂയുണ്ട്, അതുകൊണ്ട് വർഷയെ മനഃപൂർവ്വം അവിടെ തന്നെ നിർത്താൻ വേണ്ടി നീ എല്ലടി സച്ചിയെ ഇളക്കി വിട്ടത്, സച്ചിയെ കൊണ്ട് വർഷയുടെ അച്ഛനെ തല്ലിച്ചു എന്ന് പറയുമ്പോൾ രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ വർഷയെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നത്, എനിക്കെന്തിനാ വർഷയോട് ദേഷ്യം, അങ്ങനെ വല്ല ദേഷ്യമോ അസൂയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വർഷയെ ഞാനിങ്ങനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരുമോ, എനിക്ക് വർഷ എൻ്റെ അനിയത്തിയെ പോലെയാണ്, അമ്മ ആവശ്യമില്ലാത്തത് പറയരുതെന്ന് രേവതിയും പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും നീ നിന്റെ കുടുംബത്തിൻ്റെ സംസ്കാരം അവിടെ പോയി കാണിച്ചു, നീ തെരുവിൽ നിന്ന് പൂ വിൽക്കുന്നത് പോലെ ഞങ്ങളുടെ സംസ്കാരവും നീ തെരുവിലോട്ട് വലിച്ചെറിഞ്ഞില്ലേടി, ഇനി നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നോക്കും, വർഷയുടെ വീട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കും, എൻ്റെ ശ്രീകാന്ത് മോൻ അവൻ ഇനി വീട്ടിലോട്ട് വരത്തില്ല എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, പൂ കെട്ടുന്നത് അത്ര വലിയ കുറച്ചിലായിട്ടൊന്നും നീ കാണണ്ട, പൂ കെട്ടി അവൾക്കൊരു കാർ വരെ മേടിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായി, അതുകൊണ്ട് നീ ഇനി പൂ കെട്ടി തെരുവിൽ സംസ്കാരം വലിച്ചെറിഞ്ഞു എന്നൊരു വാക്കിന് നിന്റെ വായിൽ നിന്നും വന്നാൽ. അപ്പം ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഇനിയും പറയും, എനിക്കിവിടെ കാണുന്നത് തന്നെ ദേഷ്യം, ഇറങ്ങിപ്പോടി എന്ന് പറയുവാണ്. രവീന്ദ്രൻ ഇതൊക്കെ ദേഷ്യം വന്ന് ചന്ദ്രയെ ചീത്തയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചന്ദ്ര എവിടെ മൈൻഡ് ചെയ്യാൻ, രവീന്ദ്രൻ്റെ വാക്കുകൾക്ക് ആര് വില കൊടുക്കാൻ, ചന്ദ്ര പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ലാസ്റ്റ് പറയും, നിങ്ങൾ കാരണം ഈ വീട്ടിൽ എല്ലാവരും തല്ലിപ്പിരിയും, അതുകൊണ്ട് മര്യാദക്ക് അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പോൾ സച്ചിക്കും രേവതി ഇങ്ങനെ അപമാനിക്കുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഞാൻ കാരണം ഇനി വീട്ടിൽ ആരും തല്ലിയൊന്നും പിരിയണ്ട, ഞങ്ങൾ പൊക്കോളാം എന്നുള്ള തീരുമാനത്തിൽ സച്ചി നിൽക്കുവാണ്. രേവതി ബാഗൊക്കെ പാക്ക് ചെയ്യടി എന്നൊക്കെ പറയുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് സച്ചിയേട്ടൻ ഇറങ്ങാൻ പറയുമ്പോൾ അമ്മയായിട്ട് എത്രയൊക്കെ തല്ല് പിടിക്കുമെങ്കിലും സച്ചിക്ക് അമ്മയെ ഭയങ്കര കാര്യമാണ്. പക്ഷേ ചന്ദ്ര എന്ന് പറയുന്നവർക്ക് സച്ചിയെ കണ്ണെടുത്താൽ കണ്ടൂടാ. സച്ചിയെ അവർക്ക് ചെറുപ്പം തൊട്ടേ അവഗണനയെ കൊടുത്തിട്ടുള്ളൂ. സച്ചിയെ അവരൊരു മോനായിട്ട് പോലും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ ഏത് ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണാവോ ഇവനെ പോലൊരു മകൻ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചത് എന്ന് ചന്ദ്ര പറയുന്നത്. പാവം സച്ചി ഇതൊക്കെ കേട്ട് എങ്ങനെ സഹിച്ചു നിൽക്കും. രേവതിക്കും നല്ല സങ്കടമുണ്ട് സച്ചി ഒരു മോനായിട്ട് ഇതുവരെ പരിഗണിക്കാത്തതിൽ. എല്ലാവരും അവർക്ക് സപ്പോർട്ട് നിന്നിട്ടും ഈ അമ്മ മാത്രം എന്താണ് പണത്തിൻ്റെ പുറകെ പോകുന്ന അത്യാർത്തി പിടിച്ചൊരു അമ്മ എന്നുള്ളൊരു വിചാരമാണ് സച്ചിയുടെയും രേവതിയുടെയും മനസ്സിൽ. എന്നെങ്കിലും ഈ ചന്ദ്ര ഈ രേവതിയുടെയും സച്ചിയുടെയും സ്നേഹമൊക്കെ തിരിച്ചറിയുമോ? നമുക്ക് കാത്തിരിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഇപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ നിറച്ചും ശ്രീകാന്തിനെ അവർ ആ വീട്ടിൽ നിർത്തുമോ എന്നുള്ള ഭയമാണ്. ശ്രീകാന്തിന് ചന്ദ്രക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുപോലെ തന്നെയാണ് സുധിയയും. ഈ രണ്ട് മക്കളെ മാത്രമേ ചന്ദ്ര മക്കളായിട്ട് കണ്ടിട്ടുള്ളൂ. സച്ചി എപ്പോഴും സ്നേഹിച്ചിരുന്നതൊക്കെ അച്ഛനാണ്. രവീന്ദ്രൻ അതുകൊണ്ട് സച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ചന്ദ്രയോട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ രവീന്ദ്രനെ ഒരു വില പോലും ചന്ദ്ര കൽപ്പിക്കുന്നില്ല. സച്ചിയെ ഒട്ടും മകനായിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ ഇറക്കി വിടാൻ നോക്കുവാണ് ചന്ദ്ര. അതേസമയം തന്നെ ശ്രീകാന്തിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുവാനും ശ്രീകാന്തിനെ ഇനി അവർ ആ വീട്ടിൽ തന്നെ നിർത്തുമെന്ന് നമുക്കിനി കാണാൻ ഒരു വഴി ഉണ്ടാവില്ല എന്നുള്ള ഭയമാണ് ചന്ദ്രക്ക്. അതുപോലെ തന്നെ വർഷയുടെ കാര്യത്തിലും നല്ല ടെൻഷനുണ്ട്. കാരണം പണമുള്ള വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ, അവൾ തിരിച്ച് ആ വീട്ടിൽ തന്നെ പോയപ്പോൾ ചന്ദ്രക്ക് ടെൻഷൻസ്. വർഷയുടെ കയ്യിൽ നിന്ന് കുറേയൊക്കെ കാശ് മുതലാക്കാം നോർത്തതാണ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.